അപ്പോൾ നമ്മൾ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ ഇവിടെ തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സിനിമയിലേക്ക് വരികയാണെങ്കിൽ, സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ വളരെ ശോകം സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒന്നാമത്തത് ഈ പടം നമ്മുടെ മമ്മൂട്ടി കമ്പനി ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് നല്ല നല്ല സിനിമകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് മമ്മൂട്ടി കമ്പനി. നമ്മുടെ നൻപകൽ നേരത്ത് മയക്കം, റോഷാക്ക്, അതുപോലെ തന്നെ കാതൽ ദ കോറ്, ഈ പറഞ്ഞ സിനിമകളിലൊക്കെ നല്ല നല്ല, ഈ റോഷാക്കൊക്കെ ആണെങ്കിൽ ഒരു ദുരൂഹത ഉണ്ടായിരുന്നു. തുടക്കം തൊട്ട് അവസാനം വരെ ഭയങ്കരമായൊരു ദുരൂഹത നിലനിർത്തി പോകുന്ന സിനിമകൾ. അതുപോലെ കണ്ണൂർ സ്ക്വാഡൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ. പക്ഷേ അതുപോലെയൊക്കെ ആണെന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ടുവന്ന സിനിമയാണിത്. പക്ഷേ ഇത് വളരെ ശോകം. തുടക്കം തന്നെ ഫസ്റ്റ് ഹാഫിൽ തന്നെ നമുക്ക് ഉറക്കം വരും. എനിക്ക് തന്നെ കണ്ണിങ്ങനെ മാളിപ്പോവുക ഓരോ ഇങ്ങനെ ഇട്ട് വലിപ്പിക്കൽ കണ്ടിട്ട്. സെക്കൻഡ് ഹാഫിലാണെങ്കിലും ഇത് തന്നെ. പിന്നെ മമ്മൂട്ടീൻ്റെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പെർഫോമൻസ്. മമ്മൂട്ടി ഈ പ്രായത്തിലും ഇങ്ങനെയുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നുള്ള ഒരു അഭിനന്ദനം അർഹിക്കുന്നൊരു കാര്യമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിനായകൻ്റെ കാര്യമാണ്. വിനായകനെ വെള്ളം അടിച്ചിട്ട് ആവതില്ലാതായ വിനായകനൊക്കെ ഈ ക്യാരക്ടറിൽ പ്ലേസ് ചെയ്തത് എന്ത് കണ്ടിട്ടാണ് ഡയറക്ടർ ഈ ക്യാരക്ടറിൽ വിനായകനെ പ്ലേസ് ചെയ്ത് വെച്ചതെന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. എത്ര നല്ല നല്ല ആക്ടേഴ്സ് ഉണ്ട്. പൃഥ്വിരാജ് സുകുമാറിനെയോ അതല്ലെങ്കിൽ സുദേവ് നായർ, അങ്ങനത്തെ ആ ടീമിനൊക്കെ ഈ കഥാപാത്രത്തിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പടം വേറെ ലെവലാകുന്നു. വിനായകനെ കാസ്റ്റ് ചെയ്ത് തന്നെ തല്ലിപ്പൊളിയായി എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഈ പടത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ പുറമെ നിന്ന് ഭയങ്കര തള്ളുന്നുണ്ട്. പടം അങ്ങനെയാണ്, പടം ഇങ്ങനെയാണ്, പടം ഗംഭീരമാണ്, പടം മറിച്ചാണ്, ഒന്നുമില്ല, വെറുതെയാണ്. ഇതൊക്കെ എന്താ വെച്ചാൽ ഇത് പെയ്ഡ് റിവ്യൂ. ആരെങ്കിലും ഒരാൾ, ഇത് അശ്വന്ത് ഗോക്ക് അല്ലെങ്കിൽ ഉണ്ണി വ്ളോഗ്സ് അങ്ങനത്തെ ടീമുകളൊക്കെ ഒരു നല്ല റിവ്യൂ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ ചുവട് പിടിച്ച് പിന്നെ ഒരുപാട് റിവ്യൂക്കാർ ഓരങ്ങനെ പറഞ്ഞ് അതുകൊണ്ട് ഇവരും കയറി തള്ളുകയാണ്. പക്ഷേ സിനിമ വെച്ച് നോക്കുകയാണെങ്കിൽ സിനിമ ഇവർ ഈ തള്ളുന്ന പോലെ ഒന്നുമില്ല. നമ്മൾ മമ്മൂട്ടിൻ്റെ ഞാൻ മമ്മൂട്ടിൻ്റെ മെയിൻ മരമാണ്. എന്നെ അറിയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ മമ്മൂട്ടിൻ്റെ എത്ര വലിയ ആരാധകനാണെന്നുള്ളത്. എന്നെ അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പോൾ എന്നിലുള്ള പ്രേക്ഷകനെ ഈ സിനിമ വളരെയേറെ നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഈ സിനിമയെ കുറിച്ച്. പിന്നെ സിനിമേൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ല രസമായിരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയായിരുന്നു. ആരാ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തതെന്നുള്ളതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ല സൂപ്പറായിരുന്നു. പക്ഷെ സിനിമ അങ്ങോട്ട് വർക്കായില്ല. സിനിമ അങ്ങോട്ട് പോരാ. നമ്മുടെ കണ്ണൂർ സ്ക്വാഡ്, കാതൽ ദ കോറ്, അതുപോലെ റോഷാക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഗംഭീര പടമായിരുന്നു. റോഷാക്കൊക്കെ തുടങ്ങിയിട്ട് ഇൻ്റർവെൽ ആവുന്ന അറിയുന്നില്ല നമ്മൾ. പിന്നെ അതിനുശേഷം മമ്മൂട്ടി എന്താണ് മമ്മൂട്ടീൻ്റെ റോള്, ഇതൊക്കെ നമുക്ക് അവസാനമാണ് മനസ്സിലാവുന്നത്. മമ്മൂട്ടി എന്തിനു വേണ്ടി